ഭാരത് ജോഡോ യാത്രയ്ക്കിടെ അസമിലെ സോണിത്പൂരിൽ നാടകീയ രംഗങ്ങൾ. കാവിക്കൊടികളുമായി എത്തിയ ജനങ്ങളുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് രാഹുലിനെ ബസ്സിലേക്ക് മാറ്റി. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര പുരോഗമിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നോ ഈ കാവിക്കൊടികളുമായുള്ള ആളുകൾ എത്തിയത്? ഈ രാഹുൽ ഗാന്ധി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ശേഷം അവിടെ എന്ത് സംഭവിച്ചു? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്? അഞ്ജിത, രാഹുൽ ഗാന്ധി ഈ സോണിത്പൂരിലെ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ഈ യാത്ര അസമിൽ കടന്നതിന് ശേഷം തുടരെ BJPയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കോൺഗ്രസുകാർ ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയൊരു കൂട്ടം ഈ യാത്രയെ അനുഗമിച്ച് എത്തിയ ആളുകളുടെ ഇടയിൽ ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കാവിക്കൊടികൾ ഏന്തിക്കൊണ്ട് വലിയൊരു സംഘം ആളുകൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് സമീപത്തേക്ക് വന്നത്. അവർ ജയ് ശ്രീറാം എന്നും ജയ് മോദി എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതോടെ തന്നെയാണ് ഈ മുന്നോട്ട് പൊക്കുകൊണ്ടിരുന്ന ബസ് നിർത്തിച്ച് രാഹുൽ ഗാന്ധി പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയെ തിരിച്ച് ബസ്സിലേക്ക് കയറ്റിയത്. ഇപ്പോൾ ബസ് മുന്നോട്ട് പോയിരിക്കുന്നു. രാഹുൽ ഗാന്ധി സോണിത്പൂരിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന നടപടികളുമായി തന്നെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ആളുകളെല്ലാം തന്നെ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്നും ബസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സുരക്ഷാ സംഘത്തിനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ സോണിത്പൂരിലേക്ക് പ്രവേശിച്ച് അല്പം മുന്നോട്ട് പോകുന്ന സമയത്താണ് യാത്രയെ അനുഗമിച്ച് എത്തിയവരുടെ ഇടയിലേക്ക് കാവിക്കൊടികളും ഏന്തി ജയ് ശ്രീറാം ജയ് മോഡി എന്ന വിളികളുമായി മുദ്രാവാക്യങ്ങളുമായി വലിയ ആയിരങ്ങൾ തന്നെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു ഈ പ്രദേശത്തേക്ക് വന്നു എന്ന കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് നിർബന്ധിച്ച് ബസ് വിട്ടിറങ്ങുകയും ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തത്. നേരത്തെ തിരുവനന്തപുരത്തെല്ലാം ഇതുപോലെ തന്നെ ഗവർണർക്കെതിരെ സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടപ്പോൾ ഈ ഗവർണർ ഇറങ്ങിച്ചെന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ അസമിൽ രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത്. അതായത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്ത് നിന്നും യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ട പല കാര്യങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അല്പം മുൻപാണ് ജയറാം രമേശിൻ്റെ കോൺഗ്രസ് IACC ജനറൽ സെക്രട്ടറി ജയറാം രമേശിൻ്റെ വാഹനത്തിന് നേരെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഗുണ്ടകൾ ആക്രമിച്ചു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയെ അനുഗമിക്കുന്ന സോഷ്യൽ മീഡിയ ടീമിനെയും ഇത്തരത്തിൽ തന്നെ BJP ഗുണ്ടകൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരുടെ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർത്തു, അതെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് നേതാക്കളും ഈ യാത്രയെ അനുഗമിക്കുന്ന മറ്റ് കോൺഗ്രസ് അണികളും പ്രവർത്തകരും എല്ലാവരും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടെ നാടകീയ രംഗങ്ങൾ. കാവിക്കൊടികളുമായി എത്തിയ BJP പ്രവർത്തകർ അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നു. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് രാഹുലിനെ ബസ്സിലേക്ക് മാറ്റുകയായിരുന്നു. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് പലയിടങ്ങളിലും ഇതിന് സമാനമായ വിഷയങ്ങളുണ്ടായി. അത് BJPയുടെ ഒരു അജണ്ടയാണ് എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ഉണ്ടായി. അല്പം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. അർജുൻ പീതാംബരനാണ് ആ വാർത്ത.